ഇത്തിരി കക്കറിച്ചി കൊണ്ടുള്ളൊരു നാടൻ കറി നോക്കിയാലോ. അതിനായി പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെക്കാം. തിളച്ചൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കാളും കക്കറിച്ചി വെന്തിട്ടുണ്ടാവും. ഒരു പച്ചക്കായ ചെറുതാക്കി അരിഞ്ഞ് വെള്ളത്തിലിടാവേ. ആ ഒരു കക്കറിച്ചി വെന്ത് വരുമ്പോൾ ആ പച്ചക്കായും ഒരു കുഞ്ഞു സവാളയും കൂടി അരിഞ്ഞിട്ട് വേവിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള അരപ്പിനായി ഒരു മുറി തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും 2 തണ്ട് വേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി മൊരിയിച്ചെടുക്കണം. ഒരുപാട് മൊരിയണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ആ കക്കറച്ചിയുടെ കൂട്ടിലിട്ട് ഇടാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കണേ. അതാവുമ്പോഴേക്കാൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കടുക്, ഒരു 10 അല്ലിയോളം ചുവന്നുള്ളിയും, ഒരു 3-4 തണ്ട് വേപ്പിലയും 2 വറ്റൽമുളകും കൂടി മൂപ്പിച്ച് ഈ കറിയിലോട്ട് ഇടാം. ഒരുപാട് കട്ടിയായിട്ടല്ല ഈ കറി ഇരിക്കുന്നത്. രാവിലെ ഈ കറിയും കൂട്ടി ചോറ് തിന്നിട്ടാണ് ഇന്ന് സ്കൂളിൽ പോയേക്കണേ. ഈ കറിയുടെ ഒപ്പം ഒരു ഇത്തിരി അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അത് മതി. ഈ കറി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.